ലോകം അസാധ്യമെന്ന് പറയുന്ന സ്വപ്നങ്ങൾ, ഓരോ ചുവടിലും ഇരുട്ടു നിറഞ്ഞ പാതകൾ, എങ്കിലും തൻ്റെ ലക്ഷ്യം വ്യക്തമായി കാണാൻ കഴിയുന്ന ഒരാൾ. അന്ധതയുടെ കൂരിരുട്ടിൽ നിന്നും നീതിയുടെ വെളിച്ചത്തിലേക്ക് മനുഷ്യരെ കൈപിടിച്ച് കയറ്റാൻ എത്തുന്ന അന്ധയായ യുവതി. മിക്കവരും ഇടറി വീഴുന്നിടത്തു നിന്ന് വീഴാതെ തളരാതെ തൻ്റെ വിരൽത്തുമ്പുകൾ കൊണ്ട് ലോകത്തെ വായിച്ചെടുത്ത പെൺകുട്ടി, കണ്ണൂർകാരിയായ താന്യ നാഥൻ. കേരളത്തിലെ ആദ്യത്തെ പൂർണ്ണ കാഴ്ച പരിമിതിയുള്ള വനിതാ ജഡ്ജിയായി മാറാൻ ഒരുങ്ങുകയാണ് താന്യ. ശാരീരിക വെല്ലുവിളികളെ തൃണവൽഗണിച്ചുകൊണ്ട് സങ്കീർണമായ നിയമപാഠങ്ങൾ സ്വായത്തമാക്കി പരീക്ഷകളിൽ 1ാം റാങ്ക് നേടി താന്യ നേടിയ വിജയം. ശാരീരിക പരിമിതികൾ കാരണം ആർക്കും അവസരങ്ങൾ നഷ്ടപ്പെട്ടിരുന്ന ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നീതിപീഠം നടത്തിയ നീക്കങ്ങൾ, അത് ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി മാറുന്നത് എങ്ങനെയാണ്? നമുക്ക് നോക്കാം. കണ്ണൂർ കല്യാശ്ശേരി മാങ്ങാട്ടെ വീടിന്റെ ഉമ്മറത്ത് കളിച്ചു വളരുമ്പോഴും താന്യയുടെ ലോകം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. ജന്മന കാഴ്ചയില്ലാത്ത കുട്ടി. ജഗന്നാഥന്റെയും ബബിതയുടെയും ഉള്ളിൽ മകളെക്കുറിച്ചുള്ള ആശങ്കകളെക്കാൾ അവൾക്ക് നൽകേണ്ട കരുത്തിനെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു. പഠനം താന്യയ്ക്ക് ഒരിക്കലും എളുപ്പമായിരുന്നില്ല. മറ്റുള്ളവർ പുസ്തകങ്ങൾ നോക്കി വായിക്കുമ്പോൾ അവൾ ബ്രെയിൻലി ലിപി ആശ്രയിച്ചു. മണിക്കൂറുകളോളം വിരലുകൾ കൊണ്ട് വാക്കുകളെ തൊട്ടറിഞ്ഞും ഹൃദ്യസ്ഥമാക്കിയും അവൾ മുന്നേറി. കണ്ണൂർ സർവകലാശാലയിൽ നിന്ന് LLB പൂർത്തിയാക്കിയ താന്യ സർവകലാശാലാ തലത്തിൽ 1ാം റാങ്ക് കരസ്ഥമാക്കി അത്ഭുതം സൃഷ്ടിച്ചു. ശാരീരിക വെല്ലുവിളികൾ ഇല്ലാത്തവർ പോലും ബുദ്ധിമുട്ടുന്ന നിയമപഠനത്തിൽ ഒന്നാമതെത്തിയത് അവളുടെ അച്ചടക്കത്തിൻ്റെയും ഏകാഗ്രതയുടെയും ഫലമായിരുന്നു. സാങ്കേതിക വിദ്യയെ തൻ്റെ ആയുധമാക്കിയ താന്യ സ്ക്രീൻ റീഡിംഗ് സോഫ്റ്റ്വെയറുകളും ഡിജിറ്റൽ ഡോക്യുമെന്റുകളും ഉപയോഗിച്ചാണ് വക്കീൽ പ്രാക്ടീസ് തുടങ്ങിയത്. തളിപ്പറമ്പിൽ സീനിയർ വക്കീൽ KG സുനിൽകുമാറിനൊപ്പം പ്രവർത്തിക്കുമ്പോൾ പഴയ കൈപ്പടയിലുള്ള രേഖകൾ വായിക്കുക എന്നത് അവൾക്ക് വലിയ വെല്ലുവിളിയായിരുന്നു. എന്നാൽ ഓരോ വെല്ലുവിളിയെയും ഒരു പഠന പ്രക്രിയയെ കണ്ട് അവൾ മുന്നേറി. കോടതിയിൽ ബ്രെയിൻലി ലിപിയിൽ തയ്യാറാക്കിയ നോട്ടുകളുമായി വാദിക്കുന്ന താന്യ എല്ലാവരെയും അമ്പരപ്പിച്ചു. എന്നാൽ സ്വപ്നങ്ങൾക്കും യാഥാർത്ഥ്യത്തിനും ഇടയിൽ വലിയൊരു നിയമതടസ്സം താന്യയെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. കാഴ്ചയില്ലാത്ത ഒരാൾക്ക് എങ്ങനെ കോടതി രേഖകൾ വായിക്കാനാകും, എങ്ങനെ സാക്ഷികളെ നിരീക്ഷിക്കാനാകും എന്നൊക്കെയുള്ള പരമ്പരാഗതമായ ചോദ്യങ്ങൾ പലയിടത്തു നിന്നും ഉയർന്നു. താന്യ അപ്പോഴും അകക്കണ്ണുകൊണ്ട് നീതി നടപ്പിലാക്കുക എന്ന സ്വപ്നത്തിന് പിന്നാലെയായിരുന്നു. ഒരു വക്കീൽ എന്നതിലുപരി നീതി നടപ്പിലാക്കാൻ കഴിയുന്ന ജഡ്ജിയാവുക എന്നതായിരുന്നു അവളുടെ സ്വപ്നം. പക്ഷേ അന്നത്തെ ഇന്ത്യൻ നിയമം അനുസരിച്ച് 50% മുകളിൽ കാഴ്ച പരിമിതിയുള്ളവർക്ക് ജുഡീഷ്യൽ സർവീസ്, അതായത് ജഡ്ജി പദവിയിൽ ഇരിക്കാൻ അനുമതിയില്ലായിരുന്നു. 100% കാഴ്ചയില്ലാത്ത താന്യയ്ക്ക് തൻ്റെ സ്വപ്നം കൺമുൻപിൽ ഇല്ലാതാകുന്നത് നോക്കി നിൽക്കേണ്ടി വരുമോ എന്നതായി അവസ്ഥ. പക്ഷേ കാലം മാറ്റത്തിനായി കാത്തിരിക്കുകയായിരുന്നു. നീതിയുടെ കാവലാളാകാൻ ആഗ്രഹിച്ച താന്യയ്ക്ക് വഴിവിളക്കായത് സുപ്രീം കോടതിയുടെ നിർണായകമായ ഇടപെടലാണ്. 2025 സുപ്രീം കോടതി ആ നിർണായകമായ പ്രഖ്യാപനം നടത്തി. ശാരീരികമായ അവസ്ഥയല്ല, ഒരാളുടെ കഴിവും അറിവുമാണ് ജഡ്ജി പദവിക്ക് മാനദണ്ഡമാകേണ്ടത്. ഭരണഘടന ഉറപ്പാക്കുന്ന സമത്വം ഉറപ്പാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കാഴ്ച പരിമിതിയുള്ളവർക്കും കോടതികൾ നിയന്ത്രിക്കാമെന്നും ജഡ്ജിമാർ ഉത്തരവിട്ടു. താന്യയുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയ വിധിയായിരുന്നു അത്. ജസ്റ്റിസുമാരായ JB പർദിവാല, R മഹാദേവൻ എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റെ ആ വിധി ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിൽ തന്നെ നാഴികക്കല്ലായി മാറുകയായിരുന്നു. ഭിന്നശേഷിക്കാർക്ക് ജുഡീഷ്യൽ സർവീസിൽ അവസരം നൽകുന്നതിൽ ഒരു തരത്തിലുള്ള വിവേചനം ഉണ്ടാകരുതെന്ന് കോടതി കർശനമായി ഉത്തരവിട്ടു. നീതി നടപ്പിലാക്കാൻ വേണ്ടത് ഉൾക്കാഴ്ചയാണ്, അല്ലാതെ വെറും കാഴ്ചയല്ല എന്ന് അടിവരയിട്ട വിധിയിലൂടെ ശാരീരിക പരിമിതികൾ ഒരാളെ മാറ്റി നിർത്താനുള്ള കാരണമാകരുത് എന്ന ഭരണഘടനാ മൂല്യം ഉയർത്തിപ്പിടിക്കപ്പെട്ടു. ഈ വിധിക്ക് ശേഷം നടന്ന പരീക്ഷയിലാണ് താന്യ തന്റെ സ്വപ്നതുല്യമായ നേട്ടം കരസ്ഥമാക്കിയത്. കേരള സിവിൽ ജഡ്ജി പരീക്ഷയിൽ ഭിന്നശേഷി വിഭാഗത്തിൽ അവൾ 1ാം റാങ്ക് നേടി. 24ാം വയസ്സിൽ കേരളത്തിലെ ആദ്യത്തെ പൂർണ്ണമായി കാഴ്ച പരിമിതിയുള്ള വനിതാ ജഡ്ജിയായി താന്യ നാഥൻ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അത് ഒരു വ്യക്തിയുടെ വിജയം എന്നതിലുപരി ഒരു വ്യവസ്ഥിതിയുടെ തന്നെ വിജയമായി മാറുകയാണ്. അവൾ കൈവരിച്ച ഈ നേട്ടം കേരളത്തിന് മാത്രമല്ല, ഇന്ത്യക്ക് തന്നെ അഭിമാനമാണ്. അന്ധതയുടെ ഇരുട്ടിലല്ല, മറിച്ച് അറിവിന്റെ വെളിച്ചത്തിലാണ് നീതി നിലനിൽക്കുന്നതെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് താന്യ തൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. ഈ വിജയം കേവലം ഒരു വ്യക്തിയുടെ മാത്രം വിജയമല്ല, മറിച്ച് കാഴ്ചപ്പാടുകളുടെ മാറ്റമാണ്. കുറവുകൾ ശരീരത്തിലല്ല, ചിന്തയിലാണെന്ന് അവൾ തെളിയിച്ചു. ലക്ഷ്യബോധമുണ്ടെങ്കിൽ ഏതൊരു ഇരുട്ടിലും വഴിതെളിയുമെന്ന സന്ദേശമാണ് താന്യ നൽകുന്നത്. വരും തലമുറയിലെ ലക്ഷക്കണക്കിന് ഭിന്നശേഷിക്കാർക്ക് ഒരു വഴികാട്ടിയായി നീതിയുടെ പുതിയൊരു അധ്യായം അവൾ വിരൽത്തുമ്പുകൾ കൊണ്ട് കുറിക്കുകയാണ്.